വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന ഒരു പരമ്പര നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയും വിശകലനം ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഈ ദിവസങ്ങളൊക്കെയും ആളുകൾ ചിന്തിക്കുന്നതും സഭ, പ്രത്യേകിച്ച് സേവാദ സഭ പരാതി ആകുലപ്പെടുന്നതും അതിൻ്റെ വിദ്യാർത്ഥി ചെയ്യപ്പെടും. എങ്ങനെ അങ്ങോട്ട് തിരിയണം, അങ്ങോട്ട് തിരിയണം, അങ്ങോട്ട് തിരിയണം, അത് വിജയം കാര്യങ്ങളൊക്കെ പല ഉപരിപ്രവൃത്തിയുള്ള അസ്വസ്ഥതകളിലാണ് നമ്മൾ. ഞാൻ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഈ കുർബാനയുടെ ദൈവശാസ്ത്രപരമായ ചില വശങ്ങളിലേക്കാണ് ഈ ദിവസങ്ങളിലൊക്കെയും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കുർബാന ജീവിതം എന്നൊരു പെട്ടിയുടെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ വിശുദ്ധ യാത്ര എവിടെയായിരിക്കണം എന്നുള്ളത്. ഇവരുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവർ പോയി പെസഹ ഒരുക്കിയത്. ആരാണ് അവര്? തീർച്ചയായിട്ടും അത് അപസ്വരമാണ്. എന്തിനാണ് അവർ പോയത്? യേശു ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പോയത്. അപ്പോൾ ഈ ശിഷ്യന്മാര് യേശുവിന്റെ പെസഹ ആചരിക്കാൻ വേണ്ടി ഒരു ഇടം ഒരുക്കാനായിട്ട് ഈശോ തന്നെ ആവശ്യപ്പെട്ടിട്ട് അവരൊരുക്കുന്നു. ഈ അവരൊരുക്കിയിടത്താണ് അവർക്ക് വേണ്ടി ഈശോ സഹകരിക്കുന്നത്. എവിടെ നമ്മൾ സ്ഥലം ഒരുക്കിയോ അവിടെയാണ് ഈശോ നമുക്ക് വേണ്ടി സഹകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഓരോ ഇടവകയും ആ ഇടവകയിലെ അംഗങ്ങള് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പെസഹ ഒരുക്കാൻ വേണ്ടി അവർ ദേവാലയം പഠിക്കുക. അവിടെയാണ് അവർക്ക് വേണ്ടി ഈശ്വര സഹോദരങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ ഓരോ ശിഷ്യരോടും ഈശോ ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി പെസഹ. അപ്പോ ഓരോ ഇടവകയും ആ ഇടവകയിലെ അംഗങ്ങള് പെസഹയ്ക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഒരുക്കി. ആ സ്ഥലമാണ് ഓരോ ഇടവകയിലെ ദേവാലയം. ആ ഇടവകയില് സ്ഥലം ഒരുക്കിയവർക്ക് വേണ്ടിയുള്ള പെസഹ ഈശോ ഒരുക്കുന്നത് അവരുടെ കേസാണ്. ഒരു ആശ്രമം, ആ ആശ്രമത്തില് അവിടെ ഒരുക്കിയിരിക്കുന്നത് അവർക്കുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, അവർക്കുള്ള അവസ്ഥയ്ക്ക് വേണ്ടി ഒരു മഠം, ഒരു പള്ളി കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള അവസ്ഥയ്ക്ക് വേണ്ടി. അപ്പോ ഈ ഇടവക സമൂഹം, ഈ ഇടവക സമൂഹത്തിന് വേണ്ടി സ്ഥലമൊരുക്കിയത് ഈ ദേവാലയം. ഈ ദേവാലയത്തിലാണ് ക്രിസ്തു ഇവർക്ക് വേണ്ടി ഇടവക സമൂഹത്തിന് ഓരോ അംഗത്തിന് വേണ്ടി പ്രസാദിക്കുന്നത്. വേറെ ഒരു പള്ളിയില്, വേറെ ഒരു മഠത്തില് ഈ ഇടവകക്കാർ പോയി ബലി അർപ്പിച്ചാല് അത് ആർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ക്രിസ്തു പ്രസാദിക്കുന്നത്? ഇവിടെയുള്ളത്. ഇതിനുള്ള കാര്യമുണ്ടോ? ഇവിടുള്ള കാര്യമുണ്ടോ? ഉയരാവുന്നതുകൊണ്ട് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഒക്കെ മനസ്സിലാക്കാം. ഞായറാഴ്ച വിശുദ്ധ അർപ്പിക്കുമ്പോ അതിന്റെ യേശുവിന്റെ കൽപ്പനയനുസരിച്ചാണ് ഇവർ സ്ഥലമിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് തന്നെയാണ് ഈ ദേവാലയം ഉണ്ടായത്. ഈ ദേവാലയം നമ്മൾ ഒരുക്കിയത് ദൈവത്തിന്റെ പെസഹ നമുക്ക് വേണ്ടി ക്രിസ്തു തരാനാണ്. ആ ഒരുക്കിയതാണ്. എന്തെങ്കിലും കാരണമാണുള്ളത്, അച്ഛനോടുള്ള ലക്ഷ്യമോ കമ്മ്യൂണിക്കാരുള്ള ലക്ഷ്യമോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ലക്ഷ്യമോ എനിക്ക് സാധനം കിട്ടുന്നില്ല എന്ന കൂട്ടുകാരൻ പ്രധാനപ്പെട്ട കാര്യം. എന്റെ കൂട്ടുകാരൻ എന്റെ ലൈൻ ഈ പടിയിലാണ്, എന്റെ ലൈൻ ഈ ദിവസം അസ്വസ്ഥനായ എന്റെ ലൈൻ ഞാൻ പ്രായം എന്റെ ലൈൻ ഈ പടിയിലാണ്. അതുകൊണ്ട്
ഞാൻ ഓർക്കും. അപ്പൊ എവിടെയാണ് ഉണ്ടായിരുന്നത്? കർത്താവിന്റെ പെസഹയ്ക്ക് നിങ്ങൾ സ്ഥലം ഒരുക്കിയിട്ട് ആ സ്ഥലത്ത് നിങ്ങൾ വരാതെ വേറെ എവിടെയെങ്കിലും പോയാൽ കർത്താവിന്റെ കൽപ്പനയ്ക്കെതിരെ. രണ്ടാമതായിട്ട് നമ്മൾ കാണുകയാണ്, യേശു ശിഷ്യന്മാരെ കൂട്ടിയിട്ട് അവതരിക്കുക. നമുക്കറിയാം, യേശുവിന്റെ ജീവിതത്തില് നമ്മൾ കാണുന്ന കാര്യം, കർത്താവിന്റെ കൂടെ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ക്രിസ്തു ആ പെസഹ ആചരിക്കാനായിട്ട് അവരെ കൂട്ടിയോ ഇല്ലല്ലോ. 12 അപ്പോസ്തലന്മാരെ കൂട്ടിയോ? അവർ വിശുദ്ധരായി ഒന്നാണ് അല്ല, അതിനകത്ത് വൃത്തിപ്പെടുത്തുന്നുണ്ട്, തള്ളി പറയുന്നുണ്ട്. പക്ഷേ ഈശോ ഉദ്ദേശിച്ച ഗ്രൂപ്പ് ആ വിശ്വാസമുണ്ട്. എനിക്ക് ആ പള്ളിയിലെ ചെയ്യാവുള്ളൂ, ആ കൈക്ക് പണ്ടാരെ ചെയ്യാവുള്ളൂ, ആ അച്ഛൻ്റെ പാട്ട് കളിക്കുക, അപ്പൊ ആ പാട്ട് അല്ലെങ്കിൽ അവിടെയുള്ള പരിപാടികൾ അവിടെ ഈസിയാണ്, അവിടെ ബാങ്ക് ഒളിക്കാൻ ഇപ്പോഴുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൂട്ടം തെറ്റി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ തന്നെ അനുഭവിച്ച ഒരുപാട് പേരെ മാറ്റി നിർത്തിയിട്ട് ഇവർക്ക് വേണ്ടി പ്രസവിക്കുന്നത്. പള്ളിയില് ആ ഇടവകൾക്ക് വേണ്ടി പ്രസവിക്കുക, വിലങ്ങ് പള്ളിയില് ആ ഇടവകത്തിന് വേണ്ടി ഈശോ പ്രസവിക്കുക. അവർക്ക് വേണ്ടി മാത്രം ആ ഒരുത്തിനടുത്തേക്ക് വരുന്ന വലിയ കയറി ചെന്നിട്ട് ആ പ്രസവ സ്വീകരിച്ചാൽ പറഞ്ഞതുപോലെ അയോഗ്യനോടുകൂടി ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്തതിനാല് നിങ്ങൾ രോഗികളായിരിക്കും. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ഒരുക്കിയിടത്താണ് നമുക്ക് വേണ്ടി കർത്താവ് പ്രസവിക്കുന്നത്. രണ്ടാമതായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പ്രസവിക്കുന്നത്. അവിടെ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, നമുക്ക് ദാസവചനം ചെയ്യുന്നത് അല്ലേ? ഇതിന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാകുന്നതെന്ന് പറഞ്ഞു. അതിന്റെ അവസാനം എന്താ പറയണേ? ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മ കഴിച്ചു. അതാണ് ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മ കഴിച്ചു. എവിടെ ചെയ്യാൻ വിശ്വസിക്കുന്ന കർത്താവിന്റെ നാമത്തിന് ഒരുമിച്ച് കൂടുന്നവരുണ്ടോ? കർത്താവിന്റെ നാമത്തിന് ഒരുമിച്ച് കൂടുന്നവരാണ് കർത്താവിന്റെ താല്പര്യം. എന്റെ നാമത്തില് ഒരുമിച്ച് കൂടുന്നപ്പോൾ എന്റെ ഓർമ്മ കയറ്റി ചെയ്യും. നമ്മള് ഒരുമിച്ച് കൂടുക, ഒരു ഗ്രൂപ്പായി ഒരു ലേഖനത്തിലാണ് ഒരുമിച്ച് കൂടുക. ഒരു സന്യാസ സമൂഹം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ചെയ്യാവുന്നത് ഒരു ലേഖനം ഒരുമിച്ച് ചെയ്യാമോ? ഞാൻ പോയി ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെല്ലുമ്പോ ഞാൻ ആ ലേഖനത്തിന്റെ ഭാഗമാണ്, ഞാൻ ഒരുമിച്ച് ചെയ്യണമെന്നോ? ഒരുമിച്ച് ചെയ്യാപ്പെടുന്നത് കർത്താവിന്റെ ഓർമ്മയുണ്ടോ? ഉണ്ടോ? കർത്താവിന്റെ കാര്യം അന്നത് വളരെ ആഴത്തിൽ ധ്യാനിക്കണം. ഒരുമിച്ച് ചേരുന്നിടത്താണ് അവന്റെ ഓർമ്മ ആചരിക്കാൻ പറഞ്ഞത്. അപ്പോ നമ്മൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. എന്റെ ഒരുമിച്ച് ചേരല്ലേ? ഞാൻ എവിടെ ഒരുമിച്ച് ചേരാം? എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാണുന്നത് വരാം. നാലാമതായിട്ട് തിരുസഭയുടെ കൽപ്പന നമ്മൾ ധ്യാനിക്കേണ്ടത്. തിരുസഭയുടെ കൽപ്പന 5 ആദ്യതയാണ്. ഞായറാഴ്ചകളിലും കടന്ന പെരുന്നാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. മുഴുവൻ കുർബാന ആണോ എന്നാണ് പറയാൻ? ആണോ? അല്ല, പങ്കുകൊള്ളണം എന്നാണ്. പങ്ക് മേടിച്ചുകൊണ്ടുപോകാൻ
അവിടെ റേഷൻ കടയിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ പങ്ക് ഞാൻ പഠിച്ചു കൊടുക്കും. പങ്ക് വാങ്ങിക്കാനല്ല സഭ നമ്മളെ പഠിക്കുന്നത്, പങ്ക് കൊള്ളാൻ. എങ്ങനെയാ പങ്ക് കൊള്ളുക? ഞാൻ എന്റെ പങ്ക് അങ്ങോട്ട് കൊടുക്കുകയും അവിടുത്തെ പങ്ക് എനിക്ക് കിട്ടുകയും ചെയ്യുമ്പോഴാണ് പങ്ക് കൊള്ളാവുക. അല്ലേ? അല്ലേ? ഞാൻ 10 പൈസ കൊടുക്കാത്തതുകൊണ്ട്, ഞാൻ അവകാശം കൊടുക്കാത്തതുകൊണ്ട് അവിടെ വിദ്യാർത്ഥികളോട് അപ്പത്തിന്റെയോ മീനിന്റെയോ തിരിയുടെയോ കരണ്ടിന്റെയോ അവിടെ വിദ്യാർത്ഥിയോ വൈദ്യുതിയുടെയോ അധ്യാപകരുടെയോ ഒരു ചെലവും വഹിക്കാതെ ഞാൻ പോയി അവിടെ പോയി ഉദാഹരണങ്ങൾ സ്വീകരിച്ചു വിചാരിച്ചു. അതിനുള്ളിൽ അവസാനം എന്ന് പ്രാർത്ഥനയെ വസ്തുക്കൾ കണ്ടു ചൊല്ലി ഒരുപാട് സ്വീകരിച്ചു. പങ്കുണ്ടായോ? ആയോ? വീട് വന്നു. ആ വീട് വന്നപ്പോ അയ്യാറത് ഭക്ഷണം ഉണ്ടാക്കി, ഇതെല്ലാം കഴിച്ചിട്ട് പോയി കിടന്നു തുടങ്ങി. രാത്രി എരി വന്ന് വീട് കഴിച്ച ഭക്ഷണത്തിന് കൂടെ ബാക്കിയുള്ള കഴിച്ചു. എരി ഇതിന്റെ ആഹാരത്തിൽ പങ്കുചേർന്നോ? പങ്കെടുക്കുന്നു. അതില്ല, പങ്കെടുത്തോണ്ടുപോയി. നമ്മൾ വെച്ച ആഹാരം നമുക്ക് വേണ്ടി നമ്മൾ വെച്ച ആഹാരം കഴിക്കും. ആ ഇടവക്കാര്, ആ മണം, ആ ആശ്രമം, ഈ ഇടവക്കാര് അവര് വയ്ക്കുന്ന അവർക്ക് വേണ്ടി തണ്ടാൻ വെച്ച ഈ ഇരുന്ന നീ പോയി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാല് നീ പങ്കുകൊള്ളാവില്ല. മനസ്സിൽ പങ്കെടുത്തുകൊണ്ട് പോകണം, മോഷിക്കില്ല. അതുപോലെ 4 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുന്നത്. വിശ്വത്തെ അതിന്റെ പൂർണ്ണതയാക്കണമെന്ന്. ഒന്നാമതായിട്ട് നമ്മൾ ഒരുക്കിയിടത്താണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. രണ്ടാമതായിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. മൂന്നാമതായിട്ട് അവന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഓർമ്മ ആചരിക്കുന്നത്. നാലാമതായിട്ട് ഇത് പങ്കുകൊള്ളാം. അതേപോലെ വിശുദ്ധമായി അതിൻ്റെ ഓർമ്മയിലേക്ക് വരണമെങ്കിൽ ഞാൻ എന്റെ ദേവാലയത്തിൽ പങ്കെടുത്താലേ കൊണ്ട് ഈ